ഷോൺ, പൂഞ്ഞാറിൽ ജോർജ്. ഛത്തീസ്ഗഡ് നയതന്ത്രം വോട്ടാക്കി മാറ്റാൻ ബി.ജെ.പി. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടുന്നതിനായി തന്ത്രങ്ങൾ ഒരുക്കി ബി.ജെ.പി. ഛത്തീസ്ഗഡിൽ ബി.ജെ.പി. സർക്കാർ തടവിലാക്കിയ 2 മലയാളി കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ ശ്രമങ്ങൾ വോട്ടാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ബി.ജെ.പി. നടത്തുന്നത്. കത്തോലിക്ക സഭയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ തുടർന്നും ലഭിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതുപോലെ പാലായിൽ നിന്ന് ഷോൺ ജോർജും പൂഞ്ഞാറിൽ നിന്ന് പി.സി. ജോർജിനും ജയിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ബി.ജെ.പി. സീറോ മലബാർ സഭയിലെ ചില മെത്രാന്മാരും കത്തോലിക്ക കോൺഗ്രസും ഒക്കെ ബി.ജെ.പിയെയും കേന്ദ്രമന്ത്രി അമിത്ഷായെയും വാനോളം പുകഴ്ത്തുന്നുണ്ടെങ്കിലും ഇതെല്ലാം വോട്ടായി മാറുമോ എന്ന കാര്യത്തിൽ ആർക്കും ഉറപ്പില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബി ടീമായി നിലകൊള്ളുന്ന കത്തോലിക്ക കോൺഗ്രസ് ഇലക്ഷൻ സമയമാകുമ്പോൾ അവരുടെ തനി നിറം കാണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മാത്രമല്ല, പാംപ്ലാനി പിതാവിന്റെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും ഒക്കെ വാക്കുകൾക്ക് വിശ്വാസികൾ വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നുമില്ല. യാതൊരു തെറ്റും ചെയ്യാതെ 2 കന്യാസ്ത്രീകൾ 9 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നതിന് ഉത്തരവാദി ബി.ജെ.പി. സർക്കാരാണ്. അവസാനം അവർക്ക് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചപ്പോൾ അതിന് അമിത്ഷായോടും ബി.ജെ.പിയോടും നന്ദി പറഞ്ഞത് സാധാരണ വിശ്വാസികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കത്തോലിക്ക കോൺഗ്രസിനെ സഭയിലുള്ള കോൺഗ്രസുകാരായ വൈദികർ നേതൃത്വം നൽകുന്ന ഒരു സംഘടനയായി മാത്രമേ വിശ്വാസികൾ കാണുന്നുള്ളൂ താനും. കാരണം അവസരം കിട്ടുമ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കളോടുള്ള സ്നേഹം പ്രകടമാക്കാൻ ഈ വൈദികർ മടിക്കാറില്ല. എന്നാൽ ഈ നീക്കങ്ങൾക്കെതിരെ ഇടതു വലതു മുന്നണികൾ ശക്തമായി രംഗത്തു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബി.ജെ.പിയും സഭയുമായുള്ള ബന്ധം കൊണ്ട് കൂടുതൽ നഷ്ടം സംഭവിക്കുക യു.ഡി.എഫിനായിരിക്കും. കാരണം കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസും ബി.ജെ.പിയുമായുള്ള അന്തർധാര സജീവമാണ്. ബി.ജെ.പിയുടെ വോട്ടുകൾക്കൊപ്പം സഭയുടെ വോട്ടുകളും ബി.ജെ.പിക്ക് ലഭിച്ചാൽ അവിടെ നഷ്ടം സംഭവിക്കുക യു.ഡി.എഫിനായിരിക്കും. ആയതിനാൽ ഏതു വിധേനയും സഭയും ബി.ജെ.പിയുമായി അടുക്കുന്നത് തടയിടാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പാലായിൽ നടക്കാൻ പോകുന്നത് ശക്തമായ ത്രികോണ മത്സരമായിരിക്കും. കഴിഞ്ഞ തവണ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മാണി സി കാപ്പന് ബി.ജെ.പിയുടെ 20,000-ഓളം വോട്ടാണ് ലഭിച്ചത്. ഈ വോട്ടിന്റെ സഹായത്തോടെയാണ് കാപ്പൻ 15,000-ൽ പരം വോട്ടിന് വിജയിച്ചത്. ബി.ജെ.പിയുടെ ഈ വോട്ടുകൾ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ പാലായിലെ ജനവിധി വേറെയാകുമായിരുന്നു. 5,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ജോസ് കെ മാണി അവിടെ ജയിക്കുമായിരുന്നു. പരാജയപ്പെട്ട ബി.ജെ.പി. സ്ഥാനാർത്ഥി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും കാര്യമായ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഷോൺ ജോർജ് പാലായിൽ മത്സരിച്ചാൽ ബി.ജെ.പിയുടെ വോട്ടുകൾ ബി.ജെ.പിക്ക് തന്നെ പോൾ ചെയ്യപ്പെടും. കാപ്പന് ലഭിച്ച സഭയുമായി ബന്ധപ്പെട്ട വോട്ടുകൾ കൂടി ലഭിച്ചാൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയം അവിടെ ഉറപ്പാകും. പിന്നെ എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിലുള്ള മത്സരമാകും അവിടെ നടക്കുക. കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ അവിടെ ജയിച്ചു കയറുക ശക്തമായ അടിത്തറയുള്ള എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി തന്നെയായിരിക്കും. പൂഞ്ഞാർ മണ്ഡലത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ എൽ.ഡി.എഫ് എം.എൽ.എ ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ അട്ടിമറിക്കാൻ പി.സി. ജോർജിന് അത്ര എളുപ്പത്തിൽ സാധ്യമാകില്ല. കാരണം പൂഞ്ഞാറിൽ ഇതിനു മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. പൂഞ്ഞാർ മണ്ഡലത്തിലുള്ള എല്ലാ റോഡുകളും ആധുനിക നിലവാരം പുലർത്തുന്നവയായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല, സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെതിരെ യാതൊരുവിധ എതിർ ശബ്ദങ്ങളും മണ്ഡലത്തിൽ നിന്നും ഉയരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നും വിവാദ പ്രസ്താവനകളുമായി സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്ന പി.സി. ജോർജിനെ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല എന്നാണ് ലഭിക്കുന്ന സൂചന.